ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 3-21 ഇങ്ങനെയാണ്: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിലധികമായി എൻ്റെ സ്വഭാവത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ ശരീരത്തിന്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണിത്. രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ വചനം ഇങ്ങനെയാണ്: സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. അതായത് ഏതെങ്കിലും ഒരു ചെറിയ തിന്മയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതല്ല പറഞ്ഞത്, സകലത്തെയും. ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലുതെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവശക്തി, അതായത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു മിനിമം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, മാക്സിമം അല്ല, മിനിമം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2000 കൊല്ലം മുമ്പത്തെ യേശുവിന്റെ കല്ലറിലേക്ക് നമ്മൾ ചെല്ലണം. യഹൂദരുടെ അഭ്യർത്ഥന പ്രകാരം റോമാക്കാർ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ ശരീരം അടിച്ച് തകർക്കപ്പെട്ട്, സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി, എല്ലുകൾ കാണാവുന്ന രീതിയിലായി. അങ്ങനെ ആക്കപ്പെട്ട, പഴന്തുണിക്കെട്ട് പോലെ ആക്കപ്പെട്ട ശരീരത്തെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ കൊണ്ടുവച്ചു. അരിമത്യാക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ. ആ കല്ലറയിൽ വെക്കുമ്പോൾ എല്ലാവരുടെയും സാധ്യതകൾ തീർന്നു. എല്ലാവരും, ശിഷ്യന്മാർ വിചാരിച്ചു ഇനി ഒരു സാധ്യതയില്ലെന്ന് വിചാരിച്ചു. അവർ ഭയന്നിരിക്കുകയായിരുന്നു. പക്ഷെ 3-ാം നാൾ ആ ശരീരത്തെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച, ഇനി ഒരു മരണത്തിനും തോൽപ്പിക്കാനാകാത്ത രീതിയിൽ ഉയർപ്പിച്ച, ട്രാൻസ്ഫോം ചെയ്ത, മഹത്വത്തിന്റെ സാദൃശ്യത്തിലേക്ക് ആ മാനുഷിക ശരീരത്തെ, യേശുവിന്റെ മാനുഷിക ശരീരത്തെ മഹത്വത്തിന്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയ ആ ദൈവശക്തി, അതാണ് ഈ ശക്തിയുടെ മിനിമം എന്ന് പറയുന്നത്. ഈ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുക, നമ്മൾ രൂപാന്തരപ്പെടുത്താൻ പോവുക. പാപത്താൽ ബലഹീനമാക്കപ്പെട്ട, രോഗം അവകാശം പറയുന്ന, ശാപം അവകാശം പറയുന്ന, തിന്മകൾ അവകാശം പറയുന്ന, ദുഷ്ടൻ തീർക്കുമെന്ന് പറയുന്ന, ഒരു സാധ്യതയുമില്ലാത്ത നമ്മുടെ ഈ ശരീരത്തെ, ഈ ബലഹീന ശരീരത്തെ, ഈ മാനുഷിക ശരീരത്തെ ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. നിന്റെ ജീവിതം തീർന്നെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പരിശുദ്ധാത്മ ശക്തി, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ആ ശക്തി ഇനി നിന്റെ ജീവിതത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇനി നിനക്കൊരു സാധ്യതയില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ ശക്തി ഇന്ന് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നീ സാമ്പത്തികം ബുദ്ധിമുട്ടുന്നുണ്ടോ? ഉറപ്പായും ഈ ശക്തി നിന്നെ രൂപാന്തരപ്പെടുത്തും. നിനക്ക് പാപത്തിൽ നിന്ന് മോചനമില്ലേ? നിനക്ക് നിർത്താൻ പറ്റാത്ത പാപങ്ങളുണ്ടോ? ഈ ശക്തി ഇന്ന് നിന്നെ രൂപാന്തരപ്പെടുത്തും. ഏതൊരു തിന്മയെയും കീഴ്പ്പെടുത്തി രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി, ആ ശക്തി പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ആമേൻ.